ഹായ്, വെൽക്കം ടു ജംഷീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മധുരമുള്ള ഒരു അച്ചാറുമായിട്ടാണ്, അതായത് ഈത്തപ്പഴം അച്ചാർ. ഈ അച്ചാർ ബിരിയാണിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് ഇതുണ്ടാക്കുക എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതൊരു 35 എണ്ണോളം ഉണ്ടാവും. ഡ്രൈ ഡേറ്റ്സും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 20 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 5 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, 50 ഗ്രാം ശർക്കര, ആവശ്യത്തിന് കായപ്പൊടി, ആവശ്യത്തിന് വിനെഗർ, 1 ടീസ്പൂൺ ഉലുവയും കടുകും പൊടിച്ചെടുത്തത്, 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1/2 കപ്പോളം വെള്ളം, 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമുള്ളത്. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചത്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് എടുത്തു വെച്ച കടുകും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചത് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതെല്ലാം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ആ സമയത്ത് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് എല്ലാ പൊടികളും ഒരുമിച്ച് ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവയും കടുകും പൊടിച്ച് വെച്ചത്, ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ചേർത്തത്. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഒന്ന് മിക്സ് ആയതിന് ശേഷമാണ് തീ ഓൺ ചെയ്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതുപോലെ തന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് ഈ വെള്ളം ഒന്ന് നന്നായി തിളച്ച് വരണം. ഇതാ ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കുരു കളഞ്ഞതാണ്, നടുക്കെ കീറി കുരു കളഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, വേറെ കഷ്ണങ്ങളായി കട്ട് ചെയ്തിട്ടൊന്നുമില്ല. സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലപോലെ മിക്സായി കിട്ടും പെട്ടെന്ന്. എനിക്ക് കുറച്ച് അച്ചാറിൽ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സും ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഈ ഡേറ്റ്സ് ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടണം. അതിന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കായത്തിൻ്റെ പൊടിയും ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി മതിയാകും. ഇതാ ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഡേറ്റ്സൊക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചുള്ള വിനെഗർ ചേർക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പിന് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. 1/2 കപ്പിൻ്റെ അടുത്ത് എത്തിയില്ല, എന്നാലും 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാണ് വെച്ചുള്ളത്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, പെട്ടെന്ന് തന്നെ നമ്മുടെ പൊടികളും എല്ലാം കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഈ വിനെഗറും ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര അല്പം വെള്ളത്തിൽ അലിയിച്ച് അതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഈ ശർക്കരപ്പാനി എന്തായാലും ഒഴിച്ച് കൊടുക്കണം. നമ്മൾ ഡേറ്റ്സിന് മധുരമുണ്ട്, എന്നാലും നമ്മൾ ശർക്കര ചേർക്കുമ്പോഴാണ് ഈ അച്ചാറിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് കുറച്ച് ശർക്കര എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ ശർക്കരപ്പാനിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വെള്ളം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്ന സമയത്ത് ചൂടുള്ള വെള്ളം മാത്രമേ ചേർക്കാവൂ. ഈ ശർക്കരപ്പാനിയും ഡേറ്റ്സും എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്.
ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഒന്നും ചേർക്കാനില്ല. ഇതായിപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു.